ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വരുണും രാധികയും തമ്മിലേ തെറ്റായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഏട്ടത്തി വിശ്വസിച്ചില്ലല്ലോ. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോ വരുണും രാധികയും തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ട് അതിന്റെ വീഡിയോ എടുത്തിട്ടാ ഞാൻ വന്നേക്കുന്നെ. ഞാനിപ്പോ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. നീ ഒന്ന് പോ നോക്കൂ ഉർവശി. ഞാൻ പൊക്കോളാം. കുളി കഴിഞ്ഞ് വരുമ്പോഴേ ഏട്ടത്തി എന്നെ നോക്കിക്കോ. ഓ ഞാൻ ദേ ഫോൺ ഇവിടെ മേശപ്പുറത്ത് വെക്കുക. ഇറങ്ങിയ ഉടനെ നോക്കണേ ഏട്ടത്തി. എനിക്ക് വേറെ ഒത്തിരി ജോലിയുണ്ട്. കള്ളമാണെങ്കിലേ എല്ലാരെയും പറഞ്ഞു ബുദ്ധിമുട്ടിക്കണമെന്നില്ല ഉർവശി. ആ കള്ളമാണോ അല്ലേന്ന് ഏട്ടത്തി കണ്ട് തീരുമാനിക്കുക. ശരി ആയിക്കോട്ടെ. എന്താ ചെറിയമ്മ കാണിക്കുന്നേ? ആരുടെ ചെറിയമ്മ? എങ്ങനെയാടി ഞാൻ നിന്റെ ചെറിയമ്മയാവുന്നേ? ഈ മുറിയിൽ എന്തെങ്കിലും സാധനം നിന്റേത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വാരി കൂട്ടിയെടുത്ത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. എന്താ 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 പറ്റിയത്? പറ്റിയതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? നീ എന്താടി കണിമംഗലം കുടുംബത്തെ കുറിച്ച് കരുതിയിരിക്കുന്നേ? നിന്റെ തോന്നിയാസങ്ങൾ നടത്താനുള്ള സ്ഥലമാണോ ഇത്? നിന്റെ സേവനങ്ങൾ നടത്താനുള്ള സ്ഥലം അല്ലിത്. ഇറങ്ങിക്കോണം. എന്താ ഉർവശി? അമ്മ അമ്മയാണല്ലോ എല്ലാം അറിയേണ്ടത്. ഇവളെ ഈ കൈ കൊണ്ട് നടന്ന് ലാളിക്കുന്നത് അമ്മയല്ലേ? അപ്പോ ഇവളീ കുടുംബത്തിന് ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളോ അമ്മയാണല്ലോ അറിയേണ്ടത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? ഏട്ടത്തി ഒന്നിങ്ങി വന്നോട്ടെ അമ്മേ. അതുവരെ ഒന്ന് ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ട് ഏട്ടത്തി തന്നെ അവളെ അടിച്ചു പുറത്താക്കിക്കോളും. എന്താ മുത്തശ്ശി ഇവിടെ? എനിക്ക് കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല മോനെ. രാധിക മോളെ ഇവിടുന്ന് പുറത്താക്കണമെന്നൊക്കെയാ ഉർവശി പറയുന്നേ. കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണും വരുൺ. ഇവിടെ എന്തായാലും ഈ കളി നടക്കില്ല. എന്ത് കളി? എന്താ ചെറിയമ്മ ഉദ്ദേശിക്കുന്നത്? ദേ എന്റെ അടുത്ത് പുണ്യാളം ചമയല്ലേ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ ഗാർഡനിലിരുന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടിന്ന് ഞാൻ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് നേരിട്ട് വന്ന് പറഞ്ഞാ സൽപുത്രനെ ഇവരാരും അവിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പത്നിയെ അടുത്തേക്ക് കാണാൻ വേണ്ടിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോനെ ഇവിടെ തന്നെ നിക്ക്. അമ്മ ഇപ്പൊ വരും. ഉർവശി നീ എന്താ ഈ ഫോണിലുണ്ടെന്ന് പറഞ്ഞേ? ഓ അയ്യോ, അപ്പൊ ഏട്ടത്തി അത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ഞാൻ കാണിച്ചു തരാം. അനിയത്തിക്ക് ഒരു സഹായം വേണമെന്ന് പറഞ്ഞല്ലേ ഇവൾ ആറ്റുവാശ്ശേരിയിൽ നിന്ന് കണിമംഗലത്തേക്ക് വന്നത്. ഇവൾ എപ്പോഴൊക്കെ പോവാൻ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ ആരെങ്കിലും ഒക്കെ തടസ്സം പറഞ്ഞിട്ടുമുണ്ട്. അല്ല ഏട്ടത്തി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭാര്യയെ കൂടാതെ മോന് വേറൊരു കൂട്ടും കൂടി വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇവളെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്?